ഹായ് എവ്രി വൺ. HPCL ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഒരു മഹാരത്ന കമ്പനിയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയുമായിട്ടാണ് ജോബ് ഓപ്പണിങ്സ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മന്ത്ലി പേ സ്കെയിൽ 88,000 മുകളിലാണ് ഇതിൻ്റെ മന്ത്ലി പേ സ്കെയിൽ വരുന്നത്. ഇത്രയും നല്ലൊരു പേ സ്കെയിൽ ഞാൻ ഇപ്പോൾ അടുത്തൊന്നും കണ്ടിട്ടില്ല. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ HPCL അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക HPCL എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കരിയേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ജോബ് ഓപ്പണിങ്സ് എന്ന് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് ഓപ്പണിംഗ് ആയിട്ട് വരും. അവർ കറണ്ട് ഓപ്പണിങ്സ് എന്ന് പറഞ്ഞിട്ട് റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഓഫീസേഴ്സ് ആൻഡ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് 2025-26. നിങ്ങൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ബട്ടണിൽ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്ന് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സൈൻ അപ്പ് ഫോർ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുക, ബാക്കിയുള്ള പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് കാണാൻ പറ്റും, ഇംഗ്ലീഷിലുള്ള അഡ്വർടൈസ്മെൻറ്റ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇതേപോലെയുള്ളൊരു PDF ഓപ്പൺ ആയിട്ട് വരും. ഇമ്പോർട്ടൻ്റ് പോയിന്റ് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഒരു മഹാരത്ന കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. മഹാരത്ന സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി താഴോട്ട് വരികയാണെങ്കിൽ നമ്മളുടെ കാര്യം നമുക്ക് നോക്കാം. കമൻസ്മെൻറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ 1 ജൂണിനാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30th ജൂണിനാണ്. ഇത് ഫ്രഷേഴ്സിനാണ് കേട്ടോ. എക്സ്പീരിയൻസ് ഇല്ലാത്ത പോസ്റ്റിനാണ് 30th ജൂൺ. എക്സ്പീരിയൻസിൻ്റെ കാര്യം നമുക്കിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. അത് 15th വരെ ഉണ്ട്. എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത പോസ്റ്റാണ് നമ്മൾ നോക്കുന്നത്, ഫ്രഷേഴ്സിൻ്റെത്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റാണ് അവൈലബിൾ ആയിരിക്കുന്നതെന്ന് നോക്കാം. നിങ്ങളിവിടെ ജൂനിയർ എക്സിക്യൂട്ടീവ് ക്വാളിറ്റി കൺട്രോൾ 2.4 സീരിയൽ നമ്പർ നോക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. ഇവിടെ നോക്കിക്കോളൂ. വേക്കൻസീസ് വരുന്നത് 19 വേക്കൻസീസ് ആണ്. ജനറലി പോസ്റ്റിൻ്റെ വേക്കൻസി എന്ന് പറയുന്നത് 2 or 3 ആയിരിക്കും. പക്ഷേ ഇവിടെ 19 പോസ്റ്റ് ഉണ്ട്. ഓക്കെ. ഇനി ഇവിടെ നോക്കിക്കോളൂ. മാക്സിമം ഏജ് എത്രയാണ്? 25 ആണ്. പക്ഷേ നമുക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടാകും. SC ST 5 years, OBC NCL ആണെങ്കിൽ 3 years ഒക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 year ഫുൾ ടൈം റെഗുലർ ഗ്രാജുവേറ്റ് ആയിരിക്കണം ഫ്രം BSc കെമിസ്ട്രി. MSc കെമിസ്ട്രി ഉള്ളവർക്കും ഇതെന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ. ആൻഡ് 2.1 നോക്കിയാൽ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റും കൂടെ ഉണ്ട്. 10 വേക്കൻസിയാണുള്ളത്. ഇതും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഫുൾ ടൈം റെഗുലർ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ. ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ പോസ്റ്റ് എന്താണ്, കെമിസ്ട്രിക്കാർക്ക് മാത്രമാണ് 19 പോസ്റ്റ്. ഓക്കെ. അപ്പോൾ പേ സ്കെയിൽ എന്ന് പറയുന്നത് 30,000 to 1,20,000 ആണ്. പക്ഷേ നിങ്ങളുടെ മന്ത്ലി റിമുനറേഷൻ വരുന്നത് അക്കോർഡിംഗ് ടു HPCL എത്രയായിരിക്കും? 88,000 പ്ലസ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് അഗെയിൻ ഇവിടെ ഒരു എക്സ്പീരിയൻസും ആവശ്യമില്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. നമുക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 19 വേക്കൻസീസും ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ താഴോട്ട് വരികയാണെങ്കിൽ ഇതൊക്കെ വേരിയസ് പോസ്റ്റ് ആണ്. ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. താഴോട്ട് വരിക. നിങ്ങൾ അറൗണ്ട് ഒരു 40+ പേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ജൂനിയർ എക്സിക്യൂട്ടീവ് ക്വാളിറ്റി കൺട്രോളിൻ്റെ നിങ്ങളുടെ റോള് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഈ കാര്യങ്ങളിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജോബ് റോൾസ് എന്ന് പറയുന്നത്. ഇനി താഴോട്ട് വരികയാണെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടെ നമുക്കൊന്ന് നോക്കിക്കാണാൻ പറ്റും. ഇനി ഷോർട്ട് ലിസ്റ്റിംഗ് ആൻഡ് സെലക്ഷൻ പ്രോസസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പോസ്റ്റിന് വേണ്ടി ജൂനിയർ എക്സിക്യൂട്ടീവ് ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി ഇവർ പറഞ്ഞിട്ടില്ല. ഓക്കെ. നമുക്കുണ്ടാവുക കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 2 പാർട്ട് ഉണ്ടാവും. രണ്ടിലും ഇൻഡിവിജ്വലി നമ്മൾ ക്വാളിഫൈ ആയിരിക്കണം. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ പല നോട്ടിഫിക്കേഷനിലും സിമിലർ ആണ്, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാകും. ക്വാളിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാകും. ലോജിക്കൽ ആൻഡ് റീസണിങ് പോലെയുള്ള ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചോദിക്കും. ആൻഡ് പ്രൊഫഷണൽ നോളജ് വിച്ച് മീൻസ് എന്തായിരിക്കും, നമ്മുടെ കെമിസ്ട്രി ബേസ്ഡ് ആണ് പറയുന്നത്. കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാകും. രണ്ടിലും നിങ്ങൾ ഇൻഡിവിജ്വലി ക്വാളിഫൈ ചെയ്തിരിക്കണം. ആ കാര്യം ജസ്റ്റ് ആലോചിച്ച് വെക്കുക. ഇനി
എന്താണ് കാൻഡിഡേറ്റ്സ് മസ്റ്റ് സെക്യൂർ മിനിമം ക്വാളിഫിക്കേഷൻ മാർക്ക് ഇൻ ഈച്ച് ആപ്ലിക്കബിൾ സെലക്ഷൻ പറഞ്ഞു. ഇനി താഴോട്ട് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദ ഡീറ്റെയിൽസ് റിലേറ്റഡ് ടു സിലബസ് ഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. നമ്മുടെ സിലബസ് ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. അവരെന്ത് ചെയ്തോളും, എത്രയും പെട്ടെന്ന് തന്നെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ റെഗുലർ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് അഗെയിൻ പേ സ്കെയിൽ നോക്കി നിങ്ങൾ 30,000 to 1,20,000. കോസ്റ്റ് ടു കമ്പനി CTC പറയുന്നത് എത്രയാണ്, 10.63 lakh ആണ്. വിച്ച് മീൻസ് നിങ്ങളുടെ മന്ത്ലി സാലറി വരുന്നത് 88K പ്ലസ് സാലറി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. വളരെ നല്ലൊരു പോസ്റ്റാണ്. 19 വേക്കൻസീസും ഉണ്ട്. ഇനി സർവീസ് ബോണ്ട് ആൻഡ് റിട്ടൻഷൻ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. വൺസ് നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ ഈ കമ്പനിയിൽ 3 വർഷം മിനിമം നിങ്ങൾ ജോലി ചെയ്തിരിക്കണം. ആൻഡ് അഗെയിൻ ഈ ജോലി കിട്ടുകയാണെങ്കിൽ ആരും തന്നെ റിലീസ് ചെയ്യുമൊന്നുമില്ല അല്ലേ. അതുകൊണ്ട് ഈ കാര്യം വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. 3 lakhും 50,000ഉമാണ് EWS OBC കാറ്റഗറിക്കൊക്കെ വരുന്നത്. അത്രയും നല്ല പേ സ്കെയിലുള്ള ഒരു ജോബാണ് അല്ലേ. യെസ്. ഇനി താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് പ്രൊബേഷൻ പീരീഡ് പറയുന്നുണ്ട്. 1 year എന്തായിരിക്കും, പ്രൊബേഷൻ ആയിരിക്കും. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ കൺഫർമേഷൻ വരുന്നത്. ഓൾറൈറ്റ്, ജസ്റ്റ് ഒന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ കാണാൻ പറ്റും. ഏജ് റിലാക്സേഷൻ പറയുന്നുണ്ട്. SC STക്ക് 5 years, OBC NCL ആണെങ്കിൽ 3 years, PWRD ആണെങ്കിൽ 10 years എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. യെസ്. ഇനി താഴോട്ട് വരിക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. താഴോട്ട് വരികയാണെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു 1st June 30th June ഡെഡ് ലൈന് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാൻഡിഡേറ്റ്സ് ആർ റിക്വസ്റ്റഡ് ടു അപ്ലൈ ത്രൂ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാൻ എന്തായാലും ആലോചിക്കുക. ഓക്കെ. ഇനി താഴോട്ട് ആപ്ലിക്കേഷൻ ഫീ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SC ST PWD കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെ ഇല്ല. പക്ഷേ അതർ കാറ്റഗറീസിന് 1,180 ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ഓക്കെ. വിത്ത് GST നിങ്ങൾ പേ ചെയ്യേണ്ട വരും. പേയ്മെൻറ്റ് മോഡ് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് ഏത് വഴിയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഫൈനലി എനിക്ക് പറയാനുള്ളത്, ആൻഡ് നമ്മുടെ പോസ്റ്റിന് റിക്വയർഡ് ആയിട്ടുള്ള ഏജ്, എക്സ്പീരിയൻസ് പിന്നെ ആവശ്യമില്ല. ക്വാളിഫിക്കേഷൻ ഒക്കെ എന്തായിരിക്കണം, ഫുൾഫില്ല് ചെയ്തിരിക്കണം. ലാസ്റ്റ് ഡേറ്റ് എന്താണ്, 30th June 2025 ആണ്. ആൻഡ് ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് ഇൻ ഫൈനൽ ഇയർ ക്യാൻ ഓൾസോ അപ്ലൈ. പക്ഷേ അപ്പോയിൻമെൻറ്റ് എന്തായിരിക്കണം, സബ്ജക്റ്റഡ് ടു മീറ്റിംഗ് ദി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആസ് പെർ ദി നോട്ടിഫിക്കേഷൻ. അതായത് നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കണം. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കണം 30th June മുൻപായിട്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു പോസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് HPCL റിലീസ് ചെയ്തിരിക്കുന്നത്. 88,000 ആണ് വരുന്നത്. സോ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. 19 പോസ്റ്റ് ഉണ്ട്. ഇതേപോലെയുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. ആൻഡ് എല്ലാ നോട്ടിഫിക്കേഷൻസും മേ ബി നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടെ നിങ്ങളൊന്ന് ജോയിൻ ചെയ്തേക്കുക. അവിടെ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും PDF അവൈലബിൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.